നേരത്തെ നമ്മൾ ആഡ് ഫണ്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് അപ്രൂവായി വന്നോന്ന് നോക്കാം. ഇടത് വശത്ത് മുകളിൽ 9 ഡോട്ടിൽ ടച്ച് ചെയ്ത് മെനു എടുത്തു, RGB വാലറ്റ് എടുത്തു. നമ്മൾ ആഡ് ഫണ്ട് റിക്വസ്റ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആഡ് ഫണ്ട് ഹിസ്റ്ററി നോക്കാം. ആഡ് ഫണ്ട് ഹിസ്റ്ററിയിൽ നമ്മൾ 31/1 കൊടുത്തു 299 രൂപ. അതിൻ്റെ ട്രാൻസാക്ഷൻ ID വ്യൂ അപ്രൂവ്ഡ്. അത് അപ്രൂവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് എടുത്തിട്ട് ഇനി നമ്മൾ പോകുന്നത് റീചാർജ് ആൻഡ് യൂട്ടിലിറ്റി. ന്യൂ റീചാർജ് 325 രൂപ 70 പൈസ ഉണ്ട്. ഞാൻ 299 വിട്ടെങ്കിലും 26 രൂപ 70 പൈസ അവിടെ കിടപ്പുണ്ടായിരുന്നു മുൻ ബാലൻസ്. ടോട്ടലി 370 കിടപ്പുണ്ട്. എനിക്കിപ്പോൾ 299 രൂപയുടെ എയർടെൽ റീചാർജാണ് ചെയ്യേണ്ടത്. പ്രീപെയ്ഡ് റീചാർജിൽ എന്ന സെക്ഷനിൽ എടുക്കുകയാണ്. സെലക്ട് സർവീസ്. എൻ്റെ കണക്ഷൻ എയർടെലാണ്. അപ്പോൾ ഞാനത് എയർടെൽ ടച്ച് ചെയ്തു. എൻ്റർ മൊബൈൽ നമ്പർ. റീചാർജ് ചെയ്യേണ്ട മൊബൈൽ നമ്പർ 9388066021. റീചാർജ് ചെയ്യേണ്ട മൊബൈൽ നമ്പർ സെലക്ട് ചെയ്തു. എൻ്റർ എമൗണ്ട് 299. ട്രാൻസാക്ഷൻ പാസ്വേഡ്. അത് കൺഫേം ചെയ്യാനുള്ള പേജ് ഒന്നും കൂടി കാണിക്കുകയാണ്. കൺഫേം യുവർ ബിൽ. നമ്പർ, എമൗണ്ട്, സർവീസ് ടൈപ്പ് പ്രീപെയ്ഡ്, എയർടെൽ, ട്രാൻസാക്ഷൻ ID, പാസ്വേഡ്. നമ്മൾ ഇത് കൺഫേം കൊടുത്തു. റീചാർജ് സക്സസ്ഫുൾ. അതിൻ്റെ കൂടെ നമ്മളുടെ എയർടെല്ലിൻ്റെ കമ്പനിയിൽ നിന്നുള്ള ഒരു മെസ്സേജും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഓൾറെഡി എയർടെൽ കമ്പനിക്കാരുടെ മെസ്സേജും വന്നു. നിങ്ങളുടെ റീചാർജ് സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞാൽ INR 299 സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞാൽ എയർടെല്ലിൻ്റെ മെസ്സേജ് വന്നിട്ടിരിക്കുകയാണ്. നമ്മൾ റീചാർജ് കൊടുത്ത് കംപ്ലീറ്റഡ് ആയി അപ്പോൾ തന്നെ എയർടെല്ലിൽ നിന്ന് നമുക്ക് ഇവിടെ SMS വരികയും ചെയ്തു. ഓക്കെ, താങ്ക് യു.